ഹലോ ഡിയേഴ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിങ്സ് ടു ഡു ബിഫോർ SSLC സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞ വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പ്ലാനർ ഉണ്ടാക്കുക. പ്ലാനർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്ലാനർ ഉണ്ട്. മന്ത്ലി പ്ലാനർ ഉണ്ട്, ഡെയിലി പ്ലാൻ ചെയ്യാനുള്ളതുണ്ട്, അങ്ങനെ പലതരം പ്ലാനറുകൾ ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ ഒരു മന്ത്ലി പ്ലാനർ ആണ്. ഈ ഒരു പ്ലാനർ എൻ്റെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ 9th വെച്ചുള്ള ഒരു പ്ലാനർ ആണിത്. ഈ ഒരു പ്ലാനറിൽ തന്നെ ഞാൻ എൻ്റെ ഡെയിലി റുട്ടീനും എല്ലാം എഴുതിയിട്ട് വെച്ചുള്ള ഒരു പ്ലാനർ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി പഠിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. പലരും അല്ല, ഏകദേശം എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ അധികം ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇനി മുതൽ ആരും ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇപ്പൊ ഞാൻ കഴിക്കുന്ന മുട്ട പുൽസൈ പോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കഴിച്ചാൽ മതി. ഇത്രയും ക്യൂട്ടായിട്ട് കാണുന്ന പോലെയൊക്കെ ഒരുക്കാൻ പറ്റൂലെങ്കിലും ഏകദേശം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. അത് നമ്മുടെ ബ്രെയിനിന് നല്ല ഉന്മേഷം തരികയും നമുക്ക് നല്ലപോലെ പഠിക്കാനും പറ്റും. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. എന്ത് ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു റുട്ടീൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഇതും എന്റെ പ്ലാനറുകളാണ്. ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് ഞാൻ എന്റെ റുട്ടീൻസും എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊന്നും ഈ വർഷത്തെ അല്ല, ഓരോ പണ്ട് മുതലേ ചെയ്തിട്ടുള്ള ഓരോ ബുക്സുകളാണ്. ഞാൻ ഓരോന്ന് ഡെയിലി റുട്ടീൻ അങ്ങനെ പല തരത്തിലുള്ള ബുക്സ് ആണ്. ഓരോന്നിനും ഞാൻ ഓരോ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡെയിലി റുട്ടീൻ, മന്ത്ലി റുട്ടീൻ, അങ്ങനെ ഓരോരോ റുട്ടീൻസ് ഒക്കെ ഒന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യാറുള്ളതും ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ ഉണ്ടാക്കാന്നുള്ളത്. സ്കൂൾ തുറക്കാറാകുമ്പോൾ ക്ലാസിന്റെ ഗ്രൂപ്പിൽ നമുക്ക് ടീച്ചർ ഒരു ടൈം ടേബിൾ അയച്ചു തരില്ലേ, അതെന്തായാലും ഇതേപോലെ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. പലരും ഇത് എഴുതാൻ മടിയായിട്ട് സ്കൂളിൽ പോയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ വേഗം തന്നെ എഴുതി വെക്കാം. എന്തിനാ മറ്റുള്ളവരുടെ കാലുപിടിക്കുന്നത്. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബാഗ് ആൻഡ് പൗച്ച്. കുറെ ആൾക്കാരൊക്കെ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടാവും. ചിലവർ പഴയത് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. ഞാനും പഴയത് തന്നെയാണ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഈ 9th ബാഗിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ സിബും എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ. അത് മാത്രമല്ല, എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ ഒരു ബാഗ് തന്നെ കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് കാരണം ഇത് കഴുകി ഉണക്കി നല്ല തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിബൊക്കെ വർക്കിംഗ് ആണോ എന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തു. പൗച്ച് ഞാൻ പുതിയതൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ ഇയറിൽ ഞാൻ വാങ്ങിച്ചത് തന്നെയാണ് ഇത്തവണയും കൊണ്ടുവന്നത്. അല്ല, ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു ഫേവറേറ്റ് പൗച്ചാണ്. അതാണെങ്കിൽ കുറച്ച് ക്യൂട്ട് ആയിക്കോട്ടെ വിചാരിച്ച ഒരു സ്ട്രോബെറി ക്രോഷ്യ അമിഗ്രുമി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേന്നും പറഞ്ഞ് ചെയ്തതാണ്. എന്തായാലും അതെനിക്ക് ഇഷ്ടമായി. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഈ പൗച്ചിലൊക്കെ നമ്മുടെ പേനകളിൽ ആവശ്യമില്ലാത്ത പേന കുറെ കിടക്കുന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക എന്ന് പറയാം. കാരണം ഏതൊരു കാര്യമായാലും ഇങ്ങനെ കുറെ സാധനങ്ങൾ ഒരുമിച്ച് കൂടിക്കിടക്കണാകുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യവും ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മളെ പൗച്ചിൽ എപ്പോഴും വെക്കുക. എപ്പോഴും പൗച്ചിൽ 2 പേന കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും 2 പേനയും ബാക്കിയുള്ളതെല്ലാം ഒരെണ്ണം വെച്ചാണ് കൊണ്ടുപോകാറ്. പേന എപ്പോഴാണ് ലീക്ക് ആവുന്നത്, തെളിയാത്തതെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റൂലല്ലോ. അത് കാരണം അങ്ങനത്തെ ഒരു സംഭവം 2 എണ്ണം കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഈ ഒരു പൗച്ചിന്റെ സിബിനും ഒന്നിനും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലാത്ത പൗച്ച് ഉണ്ടെങ്കിൽ അത് തന്നെ ഈ വർഷം കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത 10th പോകാനുള്ള ബുക്സ് ഒക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കൊക്കെ സെറ്റ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടായ പഴയ ബുക്കൊക്കെ മാറ്റി ഞാൻ ആ ഒരു പുതിയ ബുക്സുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ബുക്കുകളൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ആക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം നല്ലപോലെ വരും. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി സ്പേസ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതാണ് ഞാൻ എന്റെ ബുക്സ് ഒക്കെ നല്ല ഭംഗിയിലൊക്കെ അടുക്കിയിട്ടാണ് വെക്കാറ്. ഈ ബുക്സ് ഒക്കെയാണ് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്താൽ മാത്രം പോരാ, നല്ല വൃത്തിക്ക് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കും. കവറൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം ആകുമ്പോഴാണ് ചെയ്യാറ്. അതാണ് നിങ്ങളെ നെക്സ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫയലുകൾ എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഓരോന്നിനും ഓരോരോ ഫയൽസ് വാങ്ങിച്ചു വെക്കാറുണ്ട്. ഇതെന്റെ പണ്ട് മുതലേ ഉള്ള ഫയൽസ് ആണ്. ഇത്രയും ഫയൽസ് ഉണ്ടെങ്കിലും എനിക്ക് ഇനിയും ഒരു ഫയലും കൂടി വാങ്ങിക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ആവശ്യത്തിന് ഞാൻ ഓരോ ഫയലാണ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും സ്കൂൾ തുറക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോഴായിരിക്കും നമ്മൾ ഓടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ലാമ്പും ഈ ഒരു കാൽക്കുലേറ്റേഴ്സ്. ഈ ഒരു കാൽക്കുലേറ്ററിന്റെ ബാറ്ററി ഒക്കെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ആക്കാൻ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഈ ഒരു അലാറം ക്ലോക്കും സെറ്റ് ആക്കാൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും എടുത്തു. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അന്നന്ന് ചെയ്യാനുള്ളത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഞാനിതൊക്കെ ഒരു സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയിട്ട് ടേബിളിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പേഴ്സണൽ നോട്ട് ഉണ്ടാവണം. എന്റെ പേഴ്സണൽ നോട്ടാണ് ഈ ഒരു നോട്ട്. പേഴ്സണൽ നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് നമ്മളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടാവില്ലേ, അതൊക്കെ എഴുതി വെക്കാനുള്ള ഒരു നോട്ടാണ്. പിന്നെ ഓൾവേസ് ക്ലീൻ യുവർ സ്റ്റഡി സ്പേസ് ആൻഡ് റൂം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി സ്പേസ് റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് വൈബ് കൂടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റഡി സ്പേസ് റൂമും നല്ലപോലെ ക്ലീൻ ആക്കി വെക്കുക. പിന്നെ ഒരു കാര്യമാണ് വേക്കപ്പ് ഏർലി. സ്കൂളിന്റെ ടൈം വൈകിയാണല്ലോ എന്ന് വിചാരിച്ച് വൈകിയല്ല എണീക്കേണ്ടത്, രാവിലെ എണീക്കുക. തന്നെ നമ്മുടെ ദിവസം തന്നെ ഫുള്ള് അടിപൊളിയായി. എന്ന് വെച്ചാൽ രാവിലെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ
കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടാവും. പിന്നെ കുറെ പേർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം, കുറെ ആൾക്കാർക്ക് രാത്രി പഠിക്കാനായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് രാവിലെയാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് രാവിലെ എല്ലാവരും രാവിലെ പഠിക്കുന്നതൊക്കെ വേഗം തലേ കയറും എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കുറെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്ന് കഴിഞ്ഞ് പോകുന്നത് വേഗം 2-3 സെക്കൻഡിനുള്ളിലൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഞാൻ ഇത്രയും ടിപ്സുകൾ പറഞ്ഞതല്ലേ.